എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, ഇന്ന് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം നമ്മളുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്നിത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു എക്യുപ്മെൻ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പല കാര്യങ്ങളും മുമ്പ് പുസ്തകത്തിലും മറ്റും എഴുതി വച്ചിരുന്ന പല കാര്യങ്ങളും ഇന്ന് ഫോണിൽ തന്നെയാണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ദിവസമുള്ള എക്സ്പെൻസ് കാര്യങ്ങളാണെങ്കിലും, നമുക്ക് പ്രധാനപ്പെട്ട ഫോട്ടോകളാണെങ്കിലും, വീഡിയോകളാണെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാണെങ്കിലും, അങ്ങനെ പല കാര്യങ്ങളും നമ്മളുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം ഈ ഫോണ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് മറന്നു പോവുകയോ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണ് തിരിച്ചെടുക്കാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് തിരിച്ചു കിട്ടും എന്ന കാര്യത്തിൽ ഗ്യാരണ്ടി ഒന്നും നൽകാനാവില്ല. പക്ഷേ അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടായാൽ ഒരു ചെറിയ ശ്രമം നിങ്ങൾക്ക് നടത്തി നോക്കാം. അതിനുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന ഈ ഒരു ടിപ്പ്. ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ലൊക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, എൻ്റെ ഫോണിൽ ലൊക്കേഷൻ എന്നത് ഓണാണ്. ഇതുപോലെ നിങ്ങളുടെ ഫോണിലും ഇപ്പോഴും ലൊക്കേഷൻ ഓണാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓണാക്കി വെക്കുമ്പോൾ സ്വാഭാവികമായും ബാറ്ററി പെട്ടെന്ന് തീരും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ബാറ്ററി പെട്ടെന്ന് തീർന്നാലും കുഴപ്പമില്ല. കാരണം എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടാൽ അതെനിക്ക് തിരിച്ചു കിട്ടണം എന്നതിനാണ് ഞാൻ മുൻഗണന കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാനിത് ഓൺ ചെയ്ത് വയ്ക്കുന്നു. നിങ്ങളും ഇത് ഓൺ ചെയ്ത് വയ്ക്കുക. പിന്നെ ഫോണിൽ എപ്പോഴും നെറ്റ് ഉണ്ടായിരിക്കണം. അഥവാ നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെടുന്ന സമയത്ത് നെറ്റ് ഓൺ ആണെങ്കിൽ നിങ്ങൾക്ക് അത് അപ്പോൾ തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ ഫോണ് എപ്പോഴാണോ അടുത്ത സമയം ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്യപ്പെടുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ലൊക്കേഷൻ സർവീസ് എന്നത് ഓൺ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ, ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത് മിക്കവാറും ബാറ്ററി അഴിച്ചെടുക്കാവുന്ന ഫോണുകളാണെങ്കിൽ അതിൽ യാതൊരു പാസ്വേഡും കൂടാതെ തന്നെ, പാസ്വേഡ് കൊടുത്ത് ഫോൺ ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് ഫോൺ ഫോർമാറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ട് അല്പം ടെക്നിക്കലായിട്ട് വിവരമുള്ള ആരുടെയെങ്കിലും കയ്യിലാണ് ഫോൺ കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഫോൺ തിരിച്ച് കിട്ടിയെന്ന് വരില്ല. പക്ഷേ നമുക്ക് ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് വെക്കാമെന്ന് മാത്രം. നമുക്ക് അതിലേക്ക് കടക്കാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സെറ്റിങ്സിൽ ലൊക്കേഷൻ സർവീസ് ഓപ്പൺ ചെയ്ത് വയ്ക്കാം. ശേഷം നിങ്ങളുടെ നഷ്ടപ്പെട്ട ഡിവൈസ് കണ്ടുപിടിക്കുന്നതിന് മറ്റൊരു ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങൾ ബ്രൗസറിൽ ഡിവൈസ് മാനേജർ എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജർ എന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജർ ഗൂഗിൾ എന്ന ഈ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ള അതേ ഇമെയിൽ ഐ ഡി വെച്ച് നിങ്ങളിവിടെ ലോഗിൻ ചെയ്യണം. അപ്പോൾ ആ ഒരു ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യാം. ഞാൻ ലോഗിൻ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു സ്ക്രീൻ ആയിരിക്കും കാണുക. അവിടെ നിങ്ങൾക്കൊരു മാപ്പ് കാണാൻ സാധിക്കും. ഈ മാപ്പിൽ കാണുന്ന ചുവന്ന ഡോട്ടുള്ള സ്ഥലത്താണ്, ചുവന്ന പിന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഇവിടെ കാണുന്ന സോണിയുടെ D6683 എന്ന ഫോൺ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഡിവൈസുകൾ നിങ്ങൾ അതേ ഇമെയിൽ ഐ ഡി വെച്ച് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കണ്ടെത്തേണ്ട ഫോൺ ഏതാണോ ആ ഫോൺ സെലക്ട് ചെയ്യുക. ഞാനിവിടെ മൈക്രോമാക്സ് എന്ന ഫോൺ സെലക്ട് ചെയ്തു. ഇപ്പോൾ യുവർ ഡിവൈസ് ലൊക്കേഷൻ ആക്സസ് ഈസ് ടേൺഡ് ഓഫ് എന്ന് കാണാം. ഞാനിപ്പോൾ മറ്റേ ഫോണിൻ്റെ സ്ക്രീന് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലൊക്കേഷൻ ആക്സസ് ഓൺ ചെയ്ത് വെച്ചു. എഗ്രി എന്ന് കൊടുത്തു. ഇനി ഒന്നുകൂടെ നമുക്ക് ഒന്ന് മാറ്റി സെലക്ട് ചെയ്യാം. ഇപ്പോൾ കോൺടാക്റ്റിംഗ് യുവർ ഡിവൈസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ലൊക്കേറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്ഥലവും കാണിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഫോണിൻ്റെ താഴെയായിട്ട് റിംഗ്, ലോക്ക്, എറേസ് എന്ന ഓപ്ഷൻ കാണാം. ഈ റിംഗ് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യേണ്ട ഫോൺ ഏതാണോ ആ ഫോൺ റിംഗ് ചെയ്യുന്നതായിരിക്കും.
നമുക്കൊന്ന് ചെയ്ത് നോക്കാം. റിംഗ് ഡിവൈസ് എന്ന് ചോദിക്കുന്നുണ്ട്. 5 മിനിറ്റ് നേരം അത് ഫുൾ വോളിയത്തിൽ റിംഗ് ആവും. പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിംഗ് സ്റ്റോപ്പ് ചെയ്യും. ഞാൻ റിംഗ് എന്ന് കൊടുക്കുകയാണ്. നിങ്ങൾ രണ്ടാമത്തെ ഫോണിൻ്റെ ഡിസ്പ്ലേ ശ്രദ്ധിക്കുക. നോക്കാം, ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ ഡിവൈസ് ലൊക്കേറ്റഡ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ലോക്ക് എന്നൊരു ഓപ്ഷനുണ്ട്. ഈ ലോക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഫോണിലുള്ള പാസ്വേഡ് ഏതാണോ ആ പാസ്വേഡ് റിമൂവ് ചെയ്യാനും ഒപ്പം ഇവിടെ നിന്നും പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാനും ഉള്ള ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇവിടെ ഫോൺ നമ്പർ എന്നൊരു ഓപ്ഷനുണ്ട്. ഈ ഫോൺ നമ്പർ എന്ന ഓപ്ഷനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഫോൺ നമ്പർ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോക്കായിരിക്കുന്ന ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഒരു ഫോൺ നമ്പർ വരികയും ആ ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ ഫോണിൽ നിന്നും ലോക്ക് തുറക്കാതെ തന്നെ വിളിക്കാനുള്ള ഒരു ഓപ്ഷനും അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് കൂടാതെയുള്ള മറ്റൊരു ഓപ്ഷനാണ് എറേസ് എന്ന് പറയുന്നത്. ഈ എറേസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എറേസ് ഓൾ ഡാറ്റ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ നഷ്ടപ്പെട്ട ഫോണിൽ ഉള്ള എല്ലാ ഡാറ്റകളും ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റകൾ മറ്റൊരാളിലേക്ക് എത്തിപ്പെടുന്നത് നിങ്ങൾക്ക് തടയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിനെല്ലാം വേണ്ട അവശ്യ ഘടകമെന്ന് പറയുന്നത് ഈ ലൊക്കേഷൻ സർവീസ് ഓൺ ആയിരിക്കണം, മറ്റൊന്ന് ഇൻ്റർനെറ്റ് വേണം. പിന്നെ ഞാൻ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യം പറഞ്ഞിരുന്നു, ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജർ എന്ന ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ കാണുന്ന ഡിവൈസ് മാനേജർ എന്ന ആപ്ലിക്കേഷൻ. ഇവിടെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്ത ശേഷം സൈൻ ഇൻ കൊടുക്കുക. ഇപ്പോൾ സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസ് ലൊക്കേറ്റ് ചെയ്യും. ഇപ്പോൾ സോണി എന്ന ഫോൺ എവിടെയാണ് ഇരിക്കുന്നത് അത് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെയുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തോ നിങ്ങൾക്ക് ഇത്തരത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്നെങ്കിലും ഒരിക്കൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.